Hello guys, welcome to my channel. ഇത് അടിപൊളിയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്റെ പേര് കൻസൻ കമാൽ. ഇതെന്റെ ഫസ്റ്റ് വ്ലോഗാണ്, ഫസ്റ്റ് വീഡിയോ. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. സോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല, കാരണം എനിക്ക് അറിയത്തില്ല ഇത് എങ്ങനെ ചെയ്യണമെന്ന്. എല്ലാരും പറഞ്ഞു എന്റെ അടുത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. ഞാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. കൂടുതൽ ഒരു എക്സ്പെക്ടേഷൻസും എനിക്കില്ല. പിന്നെ മാക്സിമം ഞാൻ നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സമയമൊക്കെ പോലെ മാക്സിമം വീഡിയോസ് ഇടാനും ഞാൻ ശ്രമിക്കാം. പിന്നെ ഇപ്പൊ ഞാനുള്ളത് ഓസ്ട്രേലിയയിലാണ്, മെൽബണില് ഹെയ്ഡൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു സ്ട്രീറ്റിൽ ഞങ്ങൾ ചുമ്മാ ഇന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. അങ്ങനെ ഇതാണ് എന്റെ അടുത്ത എന്റെ വ്ലോഗ് തുടങ്ങാനുള്ള മെയിൻ മോട്ടിവേറ്റർ. ഇതാണ് എന്താ പേര്, നിവേദ്യ. പിന്നെ ക്യാമറമാൻ നമ്മൾ ഇന്ന് ഇവിടുത്തെ കോൾസ് പോവാ. ചുമ്മാ എന്തേലൊക്കെ ചുമ്മാ ഇരുന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു വന്ന ഒന്ന് നടക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരികയും ചെയ്യാം. ഞങ്ങൾ എവിടെന്നാ സാധനങ്ങൾ വാങ്ങുന്നത്, തിന്നാനൊക്കെയുള്ള സാധനങ്ങൾ എവിടെന്നാ വാങ്ങുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഇതൊരു നല്ല സ്ട്രീറ്റാണ്, ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വൈബിങ് സ്ട്രീറ്റ് ആണ്. ഞങ്ങൾ ഇവിടെ ആദ്യം വന്നപ്പോ കുറേ നടന്ന, കാറൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ നമ്മൾ ഒരുപാട് നടന്നു വന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പൊ ആ കട ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യത്തെ കടയാണ് ഇവിടുത്തെ കോൾസ്. ഇവിടെ എല്ലായിടത്തും ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ആണ്. ഇനി അത് നിങ്ങക്ക് പോവാം. അങ്ങോട്ടേക്കുള്ള വഴിയാ ഗൈസ്. ഇത് വേറെ ഈ ബസ് എന്നെ ചതിച്ചു ഗൈസ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി ഇന്നിവിടെ എന്ത് ഹോളിഡേ, ഈസ്റ്ററിന്റെ പിറ്റേ ദിവസം പബ്ലിക് ഹോളിഡേ ആയിരുന്നു ആക്ച്വലി. പക്ഷെ ബസ് ഉണ്ട് പറഞ്ഞ് ഗൂഗിളിൽ കാണിച്ചിട്ട് ഗൂഗിൾ പറ്റിച്ചു. കുറെ നേരം ഞാൻ അവിടെ നിന്നു, പക്ഷെ വന്നില്ല. ഇപ്പൊ നമുക്ക് പോണത് എത്ര എണ്ണമാണ്. പക്ഷെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മള് എങ്ങോട്ടാണോ പോകുന്നത് നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോ അതില് വരും ഇത്ര നമ്പർ ബസ്. എന്റെ 551 ആയിരുന്നു എന്റെ ബസ് നമ്പർ. പക്ഷെ വന്നില്ല, കാണിച്ചു ഇത്ര 10 മിനിറ്റ് ഓടുമ്പോ കൊറേ ബസ് ഉണ്ടെന്ന് കാണിച്ചു, പക്ഷെ വന്നില്ല. അറ്റ് ലാസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാ എന്നെ ദീപു ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉള്ള ദീപു ചേട്ടന്റെ അടുത്ത് പറഞ്ഞു, ദീപു ചേട്ടൻ എന്നെ കൊണ്ടാക്കി. ദീപു ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉള്ള, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നേ. അതിനി പതിയെ നമ്മൾ എല്ലാരും കാണിക്കും. അടുത്ത വ്ലോഗ് എല്ലാരും ഞാൻ പരിചയപ്പെടുത്തും. പിന്നെ ഇവിടെ ഈ ഒരു സ്ട്രീറ്റില് ഒരുപാട് കടകളാണ് ഉള്ളത്. ലൈക്ക് പട്ടിക്കട തൊട്ട് മരുന്നിന്റെ കട വരെ ഉണ്ട്. കടകൾ വേണം, അതൊക്കെ നമുക്ക് ഈ ഒരു ഒറ്റ സ്ട്രീറ്റിൽ കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവൻ ബാറുകള്, ഇതൊക്കെ നമുക്ക് റെസ്റ്റോറൻറ്റ്സ്, ബാർ. പിന്നെ നമുക്ക് കെമിസ്റ്റ് വെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവമുണ്ട്. അവിടെ എല്ലാ ടൈപ്പ് മേക്കപ്പ് പ്രോഡക്ട്സും നമുക്ക് ഫാർമസി ഐറ്റംസും അങ്ങനെ ഒട്ടുമിക്ക ബ്രാൻഡ്സും നമുക്ക് കെമിസ്റ്റ് വെയർ ഹൗസ് കിട്ടും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ വേറെ ബ്ലോഗ് ആദ്യം വന്ന ഞങ്ങളുടെ ബാങ്ക്, ഞങ്ങളുടെ കോമൺവെൽത്ത് ബാങ്ക്, ഇതിലാണ് നമ്മുടെ ആദ്യത്തെ അക്കൗണ്ട് നമ്മൾ തുറന്നത്. നമുക്ക് പെട്ടെന്ന് കിട്ടി. എന്റെ അമ്മയ്ക്കും ഇതേ അക്കൗണ്ട് ആണ് ഗൈസ്. ഇവിടെ മിക്കവർക്കും ഇതേ അക്കൗണ്ട് തന്നെയാണ്. ഇതിലൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ഒരു അക്കൗണ്ട് ആണ്. നമുക്ക് എല്ലാം ഫാസ്റ്റ് ആണ്. സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് പെട്ടെന്ന് ചെയ്യാം. ഇത് അങ്ങോട്ട് പോകുന്ന വഴി ഭയങ്കര രസമാണ്. ഇത് നിങ്ങള് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും, ടിക് 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 സൗണ്ട് കേൾക്കുന്നില്ല. അതെന്താന്ന് വെച്ചാ ഇപ്പൊ നീവ് പോയി അതില് പ്രസ് ചെയ്തപ്പോ തന്നെ വരില്ല. ഇത് ലക്കിന് പുറത്ത് മാത്രം പ്രസ് ചെയ്തപ്പോ തന്നെ വന്നു, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യണം. സ്കൂള് ഓ മൈ ഗോഡ്, ഓടിക്കോ കഴിഞ്ഞു. ഇത് എന്തിനാ ഈ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇത് കൂടെ തന്നെ
നമുക്ക് ഇത്തിരി കണ്ണ് കാണാത്തവർക്കൊക്കെ വേണ്ടിയാണ് അങ്ങനെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കും പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി കെയിൻ ഉപയോഗിക്കുന്നവർക്കും ഒക്കെ പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സിസ്റ്റം അവിടെ വെച്ചിരിക്കുന്നത്. അതൊരു യോഗട്ട് ബാറാണ്. ഞങ്ങൾ സ്കൂളിൽ കഴിയുമ്പോ പോകുന്ന യോഗട്ട് ബാർ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ. രണ്ട് റെസ്റ്റോറന്റ് അല്ലേ, ഒരു കടയും ഒരു ഇന്ത്യൻ ലൈക് ഗ്രോസറി സ്റ്റോറും ഒരു ഗ്രോസറി ഷോപ്പും ഉണ്ട്, ഒരു റെസ്റ്റോറന്റും ഉണ്ട് ഈ സ്ട്രീറ്റിൽ തന്നെ. ഇത് ബർഗൻഡി സ്ട്രീറ്റാ, ഹൈഡൽബർഗ് സ്ഥലത്തുള്ള ഒരു ബർഗൻഡി സ്ട്രീറ്റ്. പക്ഷെ ഇവിടെ എപ്പോഴും പണിയൊക്കെ നടക്കുമായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് പണി കഴിഞ്ഞു. ഈസ്റ്റർ ഇതാണ് പിക്കിൾസ് ആൻഡ് പപ്പട. അതാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോർ. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഏറ്റവും അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ കത്തി വിലയാണ്. വലിയ കത്തിയൊന്നുമല്ല, ഭയങ്കര വിലയാണ്. നമ്മൾ എപ്പോഴും അവിടെ പോകാറില്ല. നമ്മൾ പോകുന്നത് ഇന്ത്യ ഗേറ്റിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഇന്ത്യ ഗേറ്റ് ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ബൾക്കായിട്ടും, അതായത് വളരെ കുറെ സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് നല്ല പ്രൈസ് കുറയും. ലൈക്ക് മൈ ഡാഡ് സേസ് കൊച്ചിന് നൂലുകെട്ടിനുള്ളത് തൊട്ട് ഫ്യൂണറലിന് വരെയുള്ള സാധനങ്ങൾ അവിടെ കിട്ടും. ലൈക്ക് അത്രയും വൈഡ് സ്പ്രെഡ് സാധനങ്ങൾ. ഇത് വാരങ്കൽ മോൾ, ഇത് വാരങ്കൽ ഷോപ്പിംഗ് സെന്റർ. നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. പക്ഷെ നമ്മൾ കോൾസ് ആൻഡി അങ്ങോട്ടാണ് പോകുന്നത്. ഇത് ഇനി ഇവിടെ ഒരു നല്ല അടിപൊളി പച്ചക്കറി ഷോപ്പുണ്ട്. നൈസാണ്, എല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടുന്ന. പക്ഷെ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണം. എന്നാലും കോൾസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കൂടെ എക്സ്പെൻസീവ് ആണ്. എന്നാലും നല്ല ക്വാളിറ്റി, നല്ല അടിപൊളി സാധനം നമുക്ക് ഇവിടെ കിട്ടും. അത് നമുക്കാണ് നമ്മുടെ ചാനലിന്റെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കടസ് കാണിച്ചു കൊടുക്കുക. അച്ഛനതൊരു ഐഡിയ. ഇത് മുന്തിരി. ഇവിടുത്തെ ഏറ്റവും അടിപൊളി സൂപ്പർ മാർക്കറ്റ്. എനിക്ക് ഏറ്റവും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് കോൾസ് ആണ്. എന്തുണ്ടെങ്കിലും ഞാൻ വന്ന് വാങ്ങുന്നത് പെട്ടെന്ന്, അതെ, പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞു പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കടയാണ്. സോ നമുക്കത് കാണാം. പിന്നെ ഇവിടെ ഈസ്റ്റർ ആയതുകൊണ്ട് കുറെ എഗ്സും ഈസ്റ്റർ എഗ്സും അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മളിന്ന് വല്ലതുമൊക്കെ വാങ്ങിക്കും. നിവേദ്യ ഫ്ലവേഴ്സും. പക്ഷെ കത്തി വിലയാ, $30. കത്തി വിലയാണ്. പക്ഷെ ഒക്കേഷണലി നമ്മൾ വാങ്ങാറുണ്ട്. എനിക്ക് ചിലപ്പോ ഒരു പ്രാന്ത് കയറുമ്പോ ഞാൻ വാങ്ങാറുണ്ട്, ഒരു ആഗ്രഹം കൊണ്ട് പൂവിട്ട്. ഇത് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഒരുപാട്, അതായത് ഇവിടുത്തെ ആൾക്കാർ മിക്കവരും കുക്ക് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പം പെട്ടെന്ന് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ സ്നാക്സ് ഐറ്റം അങ്ങനെ എന്തെങ്കിലും ഇവരിങ്ങനെ സാലഡ്സ് ഒക്കെയാണ് കൂടുതലും. ഡ്രസ്സിങ് മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ആണ് ഇവര് കഴിക്കല്. സോ അവർക്ക് വേണ്ടി ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഓക്കെ, സോ ഇന്ന് ഹൃദുവിനൊരു സാലഡ് കഴിക്കണം. ചിക്കൻ സീസറാണോ സാധാ സീസറാണോ? ഒരെണ്ണം എടുത്ത് നമ്മള് ഇതില് സീസർ സാലഡ്. പിന്നെ ഇവിടെ മിക്കവാറും ഈ കോൾസിന്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഏറ്റവും വില കുറവുള്ള സംഭവങ്ങളായിരിക്കും ഫസ്റ്റ് ഡിസ്പ്ലേ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് ക്യാരറ്റ്സിന് 1.70 പക്ഷെ നമുക്ക് വേണ്ട. എന്റെ വീട്ടിലൊരു ഇത് എന്താന്ന് വെച്ചാൽ കേട്ടോ, ഇതൊക്കെ ഇത്രയായിട്ട് വരും കേട്ടോ. നമുക്ക് ഒരു തവണ ഉപ്പേരി തോരനൊക്കെ വെക്കാം. പിന്നെ പക്ഷെ എന്റെ വീട്ടിൽ അത് മുളക് കൊണ്ടിരിപ്പുണ്ട്. ഇതുണ്ട് കിഴങ്ങ് $5. കിഴങ്ങല്ല പൊറ്റേറ്റോസ് for $5.50. പിന്നെ പഴം ഇവിടെ വന്നിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന പഴം ഈ റോബസ്റ്റ് പഴമാണ്. അല്ലാതെ വേറൊരു പഴം കിട്ടത്തില്ല. എനിക്ക് നേന്ത്രപ്പഴം ഒക്കെ തിന്നാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അത് തിന്നണമെങ്കിൽ നാട്ടിൽ പോകണം.
വില കൂടിയ തക്കാളി, വില കുറഞ്ഞ തക്കാളി, പക്ഷേ ഏതാ നല്ലത്? പക്ഷെ ചില സമയത്ത് സീസൺ വരുമ്പം ഭയങ്കര വില കൂടുതലും ഭയങ്കര വില കുറവുള്ള സമയമുണ്ട്. $3 നമുക്ക് കിട്ടും. അത് ഡിപ്പെൻസ്. മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനും വില കുറവിൽ കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇത്തിരി പൈസ. പിന്നെ ഞാൻ എപ്പോഴും കോൾസ് വരുമ്പോൾ എനിക്ക് ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വാങ്ങുന്ന ഒരു സാധനം പഞ്ചസാര തൊടത്തില്ല കുടി. അല്ലല്ല ഞാൻ കഴിക്കും. എനിക്ക് അങ്ങനെ ഡയറ്റ് ഒന്നും ഇല്ല. മലയാളീസ് അല്ലെങ്കിലും ഡയറ്റ്സ് ഇല്ല. തിന്നുന്ന എന്റെ ഫേവറേറ്റ് സാധനമാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പേരെന്താ? പിക്കാൻ? നോ, മേപ്പിൾ പിക്കാൻ. മേപ്പിളിന്റെ വരും, പിന്നെ അതുപോലെ പിക്കാൻ, സിനമണ്ട് വരും, പിന്നെ ഇത് വരും ആപ്പിളിന് വരും. ഇത് എന്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ. രാവിലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. ഇത് മധുരമാ, പക്ഷെ ഭയങ്കര മധുരമൊന്നുമല്ല, ഓവർ മധുരമൊന്നുമല്ല, പക്ഷെ നല്ല ടേസ്റ്റ്. ഇതെന്റെ ഫേവറേറ്റ് ആ. ഈ ഗ്രേപ്സ് UK-ലായിരുന്നപ്പം കിട്ടുമായിരുന്നു, പക്ഷെ ഇവിടെ വന്നിട്ട് ഈ ഗ്രേപ്സ് കിട്ടുന്നുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ സീസണായി ഇപ്പോൾ കുറേ വരുന്നുണ്ട്. ഇങ്ങനെ ബോൾ ഭയങ്കര ക്രിസ്പിയാണ്. നമ്മളിങ്ങനെ കടിക്കുമ്പോൾ കറന്ന് വെച്ചാൽ ഈ നട്ട്സ് ബി ഫ്രാങ്ക് 5 പൈസക്ക് കൊള്ളൂല. ഇത് മിഠായി നമ്മളങ്ങോട്ട് പോകാൻ പാടില്ല. പക്ഷെ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഇതിൽ കുറെ ഇങ്ങനെ നട്ട്സ്, ഇങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതലും വരുന്നത് കേട്ടോ. ലോബ്സ്റ്റർ നമുക്ക് ഒരിക്കലും വാങ്ങിക്കാൻ പറ്റാത്ത സാധനം. ഒടുക്കത്തെ വിലയാ. എത്ര $47 ഗൈസ്. അല്ല, ഇത് കുക്ക് ആയതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഫ്രഷ് കിട്ടും. ഫ്രഷ് കിട്ടിയിട്ടും കാര്യമില്ല. ഭയങ്കര $100 ഒരെണ്ണത്തിന് അല്ലേ. പിന്നെ നമ്മൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോവുകയാണെങ്കിൽ ഇത് ഒരെണ്ണമായിട്ട് തരത്തുള്ളൂ. അപ്പൊ കിലോ അതിന്റെ വെയിറ്റിനനുസരിച്ചാണ് തോന്നുന്നു പൈസ. എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കഴിക്കണം. വീഡിയോ ആയിട്ട് ഒരു ബന്ധമില്ലാന്ന് നടക്കുന്ന നിവേദ്യ സുഭാഷ്. ഇതെന്താ പറയുക, കാൻഡ് ഫ്രൂട്ട്സാണ്. ഇത് അടിപൊളിയാണ്. ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് ഭയങ്കര ഒരു ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുന്ന ഒരു ഇതാണ്. ഒരുപാട് ഫ്രൂട്ട്സ് ഇതിൽ വരും. ഇതിപ്പോൾ പേരാണ്, പക്ഷെ മിക്സഡ് ഫ്രൂട്ട്സ് അങ്ങനെ സംഭവം എല്ലാം വരാറുണ്ട്. എൻ്റെ ഫേവറേറ്റാണ് ഇത്. നമുക്ക് പുഡിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം ആരെങ്കിലും വരുവാണെങ്കിൽ. ഇനി ഒന്നും വേണ്ട, ഐസ്ക്രീമിൻ്റെ കൂടെ ഇത് അടിപൊളിയാണ്. ചുമ്മാ അയച്ചാലും മതി. പിന്നെ നമ്മുടെ ബുള്ള ക്രീമും പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് ഒരു മിക്സ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്ത് കഴിക്കാനും നല്ല അടിപൊളിയാണ്. ഇത് മെഡിസിൻസ് അല്ല, ചുമ്മാ ഈ വൈറ്റമിൻസ് മിനറൽസ് അങ്ങനത്തെ ടാബ്ലറ്റ്സ് ആണ്. ചുമ്മാ എല്ലാവരും ഇവിടെ വൈറ്റമിൻ ഡി ഒക്കെ എല്ലാവർക്കും ഭയങ്കര കുറവാണ്. അതുകൊണ്ട് അവരൊക്കെ എടുക്കുന്ന പല അളവിലും പല ഫ്ലേവറിലും നമുക്കിത് അവൈലബിൾ ആണ്. അതാണ് ഈ ഒരു കൗണ്ടർ. ചോക്ലേറ്റ്സിന് ഈസ്റ്റർ ആയതുകൊണ്ട് ഭയങ്കര ഓഫറാണ്. $15 ഒക്കെ ഉള്ളൂ ഇതിന്. സോ ഇപ്പൊ വാങ്ങുവാണെങ്കിൽ അടിപൊളിയായി. ഇത് ഞാൻ സർപ്രൈസാണ്. അല്ല, സീരിയസ്ലി ഈസ്റ്റർക്ക് ഓരോ വർഷവും അടിപൊളി വെറൈറ്റി ഐഡിയാസാണ് ഇവർ ഇറക്കുന്നത്. ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ഫേവറേറ്റ് ഫെറോഷന്റെ ഈ ഒരു ഗോൾഡ് ഭയങ്കര ക്ലാസി ലുക്കിൽ വന്നിരിക്കുന്ന ഇതാണ്. നൈസ് അല്ലേ? അവിടെ അപ്പത്തേനും കാട് കാലിയൊക്കെ കൊണ്ടിരിക്കുക. ഫുൾ ഒരു സൈഡിൽ നിന്ന് മെയിൻ തിങ് നമ്മൾ ഇന്നിവിടെ വന്നത് ഒരാഗ്രഹം ഈ എരിവുള്ള എന്തെങ്കിലും ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഇന്നെന്തായാലും ചുമ്മാ വീട്ടിലിരിക്കുന്ന ആയതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തു എന്തെങ്കിലും എരിവുള്ള ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ജോളോ ചിപ്സ് ട്രൈ ചെയ്യാന്ന്. അൺഫോർച്ചുനേറ്റ്ലി അത് കിട്ടാൻ ലേറ്റ് ആവും. സോ ഇവിടെയുള്ളതിൽ ഏറ്റവും എരിവുള്ളതാണ്. സോ ഇത് ഫൈനലി നമ്മൾ ഫിക്സ് ചെയ്തു. ഇതിന് കുറേ സംഭവമുണ്ട്, പക്ഷേ ഇതിൽ ഇവർ പറയുന്നത് ഏറ്റവും ഹോട്ടസ്റ്റ് ഇതാണെന്നാണ് പറയുന്നത്. ഇതിന് 3x ഉം 2x ഉണ്ട്. ഇതിന് 3x ഉം 2x ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ 3x ഉം 2x ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ അവൈലബിൾ ഉള്ളത് സാധാരണയേ ഉള്ളൂ. 3x ഉം 2x എന്നൊക്കെ നിക്കാൻ പറ്റൂല, ഭയങ്കര എരിവ്. അത് വേണമായി
എന്നാലേ ഒരു രസം ത്രില്ലുള്ള യെസ്, നമുക്ക് ത്രില്ല് ഉണ്ടാക്കാൻ നമ്മൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് വരെ അടിച്ച് കളയും. അല്ല ശരിക്കും എനിക്ക് അങ്ങനെ ഒരെണ്ണം ട്രൈ ചെയ്യാം. ഞാൻ ഇന്നലെ കുറേ വീഡിയോ യെസ് യെസ്. ഇവിടെ കുറേ സെക്ഷൻ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇത് കണ്ടു തീരത്തില്ല. ഇത് 1 by 1 ഞാനിങ്ങനെ ഓരോ തവണ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളത് കാണിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒറ്റയടിക്ക് നമുക്കിത് ഫുള്ളും കവർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ ഇൻ്റർനാഷണൽ സെക്ഷനിലാണ് ഈ സംഭവം എടുത്തത്. ഇൻ്റർനാഷണൽ പറയുമ്പോൾ മിക്ക എല്ലാ സ്ഥലത്തിൻ്റെയും സ്ഥലങ്ങളിലെയും മെയിൻ ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. സോ ഇവിടെ ഇന്ത്യയിലുണ്ട്, അങ്ങനെ എല്ലാത്തിനും. അപ്പം നമ്മൾ പോവാ. ഇനി ഞാൻ അടുത്ത ഓരോ തവണ വരുമ്പോഴും ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ അതിൽ പറയും. വേറൊരു കാര്യം, ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. എന്താണെന്നറിയാമോ, ഇതെല്ലാം കാർഡുകളാണ്. നമുക്ക് ഗിഫ്റ്റ് കാർഡുകളാണ് ഇതെല്ലാം. അതും എസ്പെഷ്യലി നമുക്ക് എല്ലാത്തിനെയും കിട്ടും. അതായത് ഇവിടുത്തെ എന്താ പറയുക, $100, $50 ഇതൊക്കെ ഇവിടുത്തെ കടകളുടെ പേരുകളാണ്. ഇത് ഭയങ്കര ഇപ്പം ആരെങ്കിലും ബർത്ത്ഡേക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഇത്. മനസ്സിലായത്? നമുക്ക് അതും ചൂസ് ചെയ്യാം, പ്രൈസും ചൂസ് ചെയ്യാം. ഇതിൽ $100 ഉണ്ട്, $20 ഉണ്ട്, $50 ഉണ്ട്. നമുക്കത് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. അത് എല്ലാത്തിനും കിട്ടും. പിന്നെ എല്ലാ കടകളും ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാർഡുകളും ഇതിലുണ്ട്. ചിലതില് എന്താ പറയാ, ചിലത് അവിടെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സംഭവമൊക്കെ അവിടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഊബറിന് വരെ ഉണ്ട് ഗൈസ് കാർഡ്. ഊബറിന് വരെ കാർഡുകളുണ്ട്. ഇപ്പൊ ഉണ്ടോ ബെസ്റ്റ്, അങ്ങനെ കുറെ മൂവീസ് ഹോയിറ്റ്, ലൈക്ക് അങ്ങനെ എല്ലാ കിഡ്സിന്റെ ഫോർട്ട്നൈറ്റ്, നിൻറ്റെൻഡോ. ഇതുണ്ട് വെറൈറ്റി കാർഡ്. വെറൈറ്റി അല്ല, ഓരോരുത്തരുടെ പാഷൻ അനുസരിച്ച് നമുക്ക് ഗിഫ്റ്റ് കിട്ടും. മീൻ ഫ്രണ്ട്സിനാണെങ്കിലും നമ്മുടെ കസിൻസൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക്. ഇപ്പൊ നമ്മൾ വാങ്ങുന്നത് ചിലപ്പോൾ അവർക്ക് ആവണമെന്നില്ല. സോ നമ്മൾ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഞങ്ങളൊക്കെ മെയിൻ ഇത് ചൂസ് ചെയ്യാറുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് മറന്നു പോകും. നമുക്ക് ഡ്യൂട്ടി ഒക്കെ ആയതുകൊണ്ട് ഗിഫ്റ്റ് വാങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിലും നമുക്ക് കാണുന്നുണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വിട്ടുപോയി. പോണ വഴിക്ക് പോയി പാർട്ടിക്ക് പോകുമ്പോഴാണ് ഗിഫ്റ്റ് വാങ്ങാൻ ടൈമില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സമയത്തും ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മൾ കോൾസിന്ന് പുറത്തിറങ്ങി ബില്ല് ചെയ്യുന്നത് കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ഈ ഫോണിൽ തന്നെയാണ് എനിക്ക് പേ ചെയ്യേണ്ടി വന്നത്. അപ്പം ഞാനത് വേറെ വ്ളോഗിൽ ഞാൻ എങ്ങനെയാണ് ബില്ല് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരും. അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. കാരണം കടയൊക്കെ അടച്ചു. നമ്മൾ സത്യം പറഞ്ഞാൽ ലേറ്റ് ആയിപ്പോയി. ഇവിടെ 5 മണി വരെയാണ് മൊത്തം കടകളുള്ള സമയം. ഈ മോളുകളാണെങ്കിലും എല്ലായിടത്തും 5 മണിക്ക് എല്ലാം അടയ്ക്കും. പിന്നെ ആകെ കൂടി ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞില്ലേ 10 മണി വരെ കോൾസ് ഉണ്ടാവും. ഏത് ദിവസമാണെങ്കിലും. ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ ആയി, എന്നിട്ട് പോലും നമുക്ക് കോൾസ് ഉണ്ട്. അത് 10 മണി വരെ ഉണ്ട്. ബാക്കിയെല്ലാം അടച്ചു. അപ്പോൾ ഇനി ഇതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, ഭയങ്കര ബോറിങ്ങാണ്. ഇവിടെ ഒന്നും ഇല്ല. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. നല്ല ഇരുട്ടായി പുറത്ത്. വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല മീൻ പൊരിച്ച മണമല്ലേ, ചാളമീന്റെ മണം ഗൈസ്. ചാള സത്യം ഇല്ലേ? എന്താ പറയാ, നല്ല ഇരുട്ടായി. ഇപ്പൊ വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് രാത്രി ആവുകയാണ്. ഇപ്പൊ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവുക. മറ്റേത് അങ്ങനെയല്ല, 10 മണി വരെയൊക്കെ നമുക്ക് ഡേ ലൈറ്റ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ടൈം സോണൊക്കെ മാറി, ഇപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും. സോ വിന്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിൻ്റെ ഒരു ലേറ്റ് ആയിട്ടാ നേരം വെളുക്കേ ഉള്ളൂ. അതാണ് വേറൊരു കാര്യം. 7 മണിയൊക്കെ ആകണം, 7 മണി 8 മണിയൊക്കെ ആവണം ഇപ്പം നേരം വെളുക്കാൻ. ഇനി ടൈം പോകുന്തോറും ടൈം കൂടി വരും. അതായത് ഡേ ലൈറ്റ് കുറയും, നൈറ്റ് കൂടും. ഇതാണ് മീൻ ഇവരുള്ളതുകൊണ്ടാട്ടോ ഞാൻ ആക്ച്വലി ഈ ചാനൽ തുടങ്ങാമെന്ന് തന്നെ തീരുമാനിച്ചത്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. ഇവരാണ് കൂടെ നമ്മളിപ്പോ ഒരു ബാറിന് മുന്നിൽ കൂടെ നടക്കുന്നോണ്ടിരിക്കുന്നത്. അതോ ഇവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടുമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിച്ചത്. പേഴ്സണലി എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ചെയ്യാം. ഇവർക്കും ഒരു സന്തോഷം, എനിക്കും ഒരു സന്തോഷം, എല്ലാവർക്കും പ്രകാശം പരത്തതാണ് നമ്മുടെ മോട്ടീവ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്തോണ്ടിരിക്കുക. ഓ മൈ ഗോഡ്. ഇത്
ആരെയൊന്നും പരിചയപ്പെടുത്താണ്ട് നീവ് ഭയങ്കര സൈലന്റ് ആയി നടക്കുന്നു ഗൈസ്. നീവ് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാ. അവർക്ക് ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ പോകുന്ന അത് ഭയങ്കര പേടിയാ. സോ അതാണ് മിണ്ടാത്തത്. നമ്മള് ഇതെന്റെ അമ്മായിമ്മ പോരെ എടുക്കുന്ന ആളാണ് ഗൈസ്. സ്വഭാവം അമ്മായിമ്മ പോരെ കാണുന്ന പോലെ അല്ല. കണ്ടാൽ 15 ആണെങ്കിലും 50 വയസ്സിന്റെ ഇതുണ്ട്. അതെ, മെച്യൂരിറ്റി ഉണ്ട്. വയസ്സ് വർത്താനും അതിനും വലുത്. വേറെ കത്തി സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതില് അയ്യോ എന്റെ സ്വർണം വാങ്ങാൻ വെക്കേണ്ടി വരും. ഒരു കുപ്പി വെള്ളം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കഴിയുമ്പോൾ. റിച്ചിന്റെ അല്ല, മുട്ടായി ഇവിടെ 90 സെന്റിന് കിട്ടും. അത് മാത്രമേ വില കുറച്ച് കിട്ടും. പക്ഷെ ഫ്രഷ് സാധനങ്ങൾക്ക് വില കൂടുതല. ഞാനിത് കാണിക്കും. ഒരു ദിവസം നമ്മള് കാണിക്കാൻ എവിടെ പോവാന്. ഓ മൈ ഗോഡ്, തണുപ്പ് കൂടി കൂടി വരുന്നു. നമ്മള് ഇത്തിരി തണവാന്ന് വിചാരിച്ചില്ലായിരുന്നു. കാറ്റുണ്ട്, തണവല്ല, മെയിൻ കാറ്റ് പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ സാധാ ഒരു ഡ്രസ് ഇട്ടാ വന്ന ഇത്ര തണവാന്ന് അറിഞ്ഞില്ല. പിന്നെ നമ്മൾ ഇത്ര ലേറ്റ് ആവുമെന്നും അറിഞ്ഞില്ല. അതാണ് നമ്മള് സംസാരിച്ച സമയം കളങ്ങി കൊറേ ടൈം പോയി. കാണിക്കാൻ അതെ, കോൾസ് കാണിക്കലായിരുന്നു എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. കോൾസ് കാണിക്കലെന്ന്. ചാനൽ തുടങ്ങുവാണെങ്കിൽ ഞാൻ കുറെ പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സത്യത്തിൽ ഇപ്പൊ ആ പ്ലാൻ പ്രകാരം ഒന്നുമല്ല പോണത്. ഇത് പെട്ടെന്ന് ഉണ്ടായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ഇത് എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും തുടങ്ങിയതല്ലേ, എന്നാ പിന്നെ എന്തായാലും ഇട്ടേക്കാന്ന് വിചാരിച്ചു. കാരണം ലാഗിന് വരുന്നതോടും ലാഗ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ ലാഗ് വരാതെ പിന്നെ കിട്ടുന്ന സമയത്തിൽ നമുക്ക് ഇടാമെന്നാണ് വിചാരിക്കുക. കാരണം ഇനി എനിക്ക് എക്സാം ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇൻഫ്ലെക്സ് കഴിഞ്ഞു. ഞാൻ നേഴ്സായിട്ട് ആക്ച്വലി അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ വലിയൊരു പ്രോസസ്സിങ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻട്രക്സ് ഇപ്പോൾ എഴുതി. ഇനി അടുത്തത് ഓസ്റ്റിയാണ്. അതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു മെയിൽ 3-4 ആഴ്ചക്കുള്ളിൽ അയച്ചു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അത്രയും സമയം വെറുതെ ഇരിക്കുവാണല്ലോ. അപ്പോൾ വീട്ടിൽ ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതാ ഇതാണ് എൻ്റെ ബെസ്റ്റ് ടൈം. കാരണം ഭയങ്കര ബോറടി, ചുമ്മാ ഒരു ഭയങ്കര ഇങ്ങനെ മെയിൻ ഒറ്റയ്ക്കല്ലേ. അബിത്താണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് വേഗം ആക്റ്റീവായിട്ട്. പിന്നെ ഇവർക്കും ഓഫാണ്, അതായത് സ്കൂളില്ല. ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് 2 weeks ഹോളിഡേ ആണ്. നാളെ ഹോളിഡേ കഴിയും. പക്ഷെ 3 മണി വരെ ക്ലാസ് ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു സെറ്റപ്പ് അനുസരിച്ച് നമ്മള് വീട്ടിൽ പഠിക്കാറില്ല, സ്കൂളിലാണ് കൂടുതലും പഠിക്കാറ്. ഹോംവർക്ക് മാത്രം ചെയ്താൽ മതി. അപ്പൊ അത് കാരണം വലിയ സ്ട്രെസ് ഇല്ല നമ്മുടെ നാട്ടിലത്തെ പോലെ. അങ്ങനെ നമ്മുടെ ചാക്കും കൊണ്ട് നടക്കുന്നു. ബ്രോ ഭയങ്കര ഹാർഡ് വർക്കിംഗ് അല്ലേ? ഇന്നിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആക്ച്വലി സന്ധ്യാൻ്റെയും പിന്നെ സുഭാഷ് ചേട്ടനും വീട്ടിലില്ല. സോ പിന്നെ അബിത്ത് വരാൻ 10 മണിയാവും. അപ്പോൾ അബിത്ത് 10 മണിക്ക് എന്നെ വിളിക്കാൻ വരുള്ളൂ. പോകുന്ന വഴിക്ക് എന്നെ എടുത്തിട്ട് പോകും. അപ്പോൾ അതുവരെ ഞാൻ ഇവിടെ തന്നെയാണ്. വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പം തിരിച്ച് വീട്ടിലൊന്നും പോകാൻ. അപ്പൊ നമ്മളിപ്പോ വാങ്ങിച്ച സാധനങ്ങൾ തിന്ന് തീർക്കാം. അതാണ് പോയി ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വിശന്ന് പട്ടിയായിട്ടാണ് പോകുന്നത്. മിക്കവാറും തീറ്റ മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. നടക്കാൻ ചാൻസ് നമുക്ക് നോക്കാം. എന്താ വീട്ടിൽ ചെന്ന് കാണാം.